ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഈ കാണുന്ന ക്രൂസിലാണ് കയറാൻ പോകുന്നത്. കളർഫുൾ ആയിട്ടുണ്ടല്ലേ? എൻ്റെ വ്ളോഗിലേക്ക് ഒരു ഹായ് പറയും. എടാ ഒരു ഹായ് പറയും. ഓക്കെ, അപ്പം ഞങ്ങൾ നല്ല ട്രാവൽ ചെയ്തിട്ട് വന്നതുകൊണ്ട് നല്ലപോലെ വെയിലത്ത് വന്ന് കറുത്ത് ഇരിക്കുകയാണ്, കണ്ണൊക്കെ പരന്ന്. ഇനി ആ ക്രൂസിൽ കയറിയിട്ട് വേണം റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ക്രൂസിലേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ ഈ യാത്രയുടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യൂ ആണ് കേട്ടോ. ഈ സീ വ്യൂ കണ്ടിട്ടുള്ള യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വരെ കാണുമ്പോൾ അപ്പോൾ നമ്മൾ ക്രൂസിലെത്തി കേട്ടോ. അപ്പോൾ ഇതൊരു ക്ലാസിക് ക്രൂസ് എന്നാണ് ഈ ക്രൂസിൻ്റെ പേര്. അപ്പം ഇവിടെ നമ്മളിങ്ങനെ ഒരു വൺ ഡേ ഒരു പിക്നിക്കൊക്കെ പോലെ തന്നെ ക്രൂസിൽ ആണ് പോകുന്നത്. അപ്പോൾ ആരും എത്തിയിട്ടില്ല, നമ്മൾ നേരത്തെയാണ് 10:30 ആയിട്ടുള്ളൂ. 11 മണിക്കാണ് ക്രൂസ് എടുക്കുക. ഞാൻ വ്യൂ കാണിച്ചു തരാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ മുമ്പത്തെ വ്യൂ കാണിച്ചു തരാം. വാവ്, നൈസ് അല്ലേ? ഇതാണ്. ഗസ്റ്റൊക്കെ എത്തി വരുന്നേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് എൻട്രൻസ് നമ്മൾ കയറി വരുന്ന പോർഷൻ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു മിററുണ്ട്, ഇവിടെ ഒരു മിററുണ്ട്, അവിടെ ഹായ് പറയൂ ചേച്ചി, ഹായ്. അപ്പം അങ്ങനെയാണ്. എൻട്രൻസിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കോൺഫറൻസ് ഹോളാണ്. ഇതിൽ നമ്മുടെ ഷിപ്പിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. ഈ ഫ്രണ്ട് വ്യൂ കൂടെയാണ് നമ്മൾ കയറുന്നത്. നല്ല കളർഫുള്ളായിട്ട് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അടിപൊളിയായിരുന്നു. പരിപാടി കാണാനായിട്ട് ഇരിക്കുകയാണ്. എന്തെങ്കിലും പരിപാടി ഉണ്ടാവും വിചാരിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ സൗണ്ടൊന്നും കേൾക്കണില്ലേ? ഉണ്ടാവില്ല അല്ലേ? നമ്മൾ വിചാരിച്ചേക്കാളും തിരക്കുണ്ടല്ലേ? ഞാൻ എത്ര ആൾക്കാരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിപ്പിൽ ഇങ്ങനെ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ മൂവ് ചെയ്യുന്നതൊക്കെ മുമ്പ് പരിപാടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അടിപൊളി പരിപാടിയായിരുന്നു, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്. പിന്നെ വരുമ്പോൾ തന്നെ നമുക്ക് അവർ ഒരു നല്ല റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് തരും കേട്ടോ. വെൽക്കം എനിക്ക് പിന്നെ പോസിറ്റീവായിട്ട് തോന്നിയത് ഇവരുടെ ഒരു പ്രസൻറ്റേഷനാണ്. അതായത് ഇവർ നമ്മൾ വരുന്ന ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു. ഈ ക്രൂസിൽ മനോഹരമായിട്ട് തോന്നിയത് ഇതിൻ്റെ വിൻഡോ തന്നെയാണ് കേട്ടോ. അതായത് ഫുൾ അങ്ങനെ മിറർ വിൻഡോ ആണ്, നമുക്ക് പുറത്തു കൂടെ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓരോ കപ്പലാണെങ്കിലും സ്കൈ ആണെങ്കിലും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു നമ്മൾക്ക്. പിന്നെ ഡാൻസ് അങ്ങനത്തെ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ എൻ്റർടൈൻമെൻറ്റ്സ് ആയിരുന്നു. നമ്മളെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുക, നമ്മളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുക. പിന്നെ അവർ തന്നെ ഡാൻസും എല്ലാം നല്ല എൻ്റർടൈൻ ചെയ്തിട്ടാണ് 4 മണിക്കൂർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 മണിക്കൂർ നമ്മൾ ബോറടിക്കാതിരിക്കും കേട്ടോ. അവിടുത്തെ ക്രൂസിൻ്റെ ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താഴത്തേക്ക് വന്നിട്ട് അവിടെ DJ കാര്യങ്ങൾ ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗ്യാങ്ങിലുണ്ടായത് ഫാമിലിയൊക്കെ ആയിരുന്നു. പിന്നെ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും നല്ല വൈബൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് ഡാൻസ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുൾ DJ എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞിട്ടാണ് ഫുഡിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫുഡ് ആണെങ്കിലും നമ്മൾ DJ ഒക്കെ കഴിഞ്ഞ് എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന സമയത്തും അവർ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല കടൽ, നല്ല പാട്ട്, ഐസ്ക്രീം, ഫുഡ്, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ 4 മണിക്കൂർ നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ആയിട്ടാണ് നമ്മൾ തിരിച്ച് പോയത് കേട്ടോ.